ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത് ഇവിടെ ഉണ്ടാ ഉണ്ടല്ലേ, ഈ ഒരു ചെറിയൊരു ദാബ കേട്ടാ, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത് ഉണ്ടല്ലേ. ഇപ്പോൾ രാവിലെ നമ്മൾ കുളിച്ച് ഞാൻ രാവിലെ വീഡിയോ എടുത്തപ്പോൾ ചാർജ് തീർന്നു കേട്ടാ. ഇന്നലെ ഒന്നും ചാർജ് ഉണ്ടാകുന്നില്ല, പവർ ബാങ്കിൽ ചാർജൊക്കെ തീർന്നിരിക്കണായിരുന്നു. അങ്ങനെ ചാർജ് കുത്തിയിട്ട് ഇപ്പോഴാണ് ഒന്ന് എടുത്തത്. അവിടെ നിന്ന് കുറച്ച് പോകുന്നു ഞാൻ. രാവിലെ ഭക്ഷണം ഉണ്ടാക്കി, മാഗി ആണ് ഉണ്ടാക്കി, വേറെ ഒന്നും ഉണ്ടാകുന്നില്ല സാധനങ്ങൾ. മാഗി കിട്ടി, അപ്പോൾ അതുകൊണ്ട് മാഗി ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ മിന്നാന്നൊക്കെ വന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ആദ്യമായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചേട്ടാ. ചിക്കൻ ഇവിടെ 250 ഗ്രാം കിട്ടി, ഏകദേശം 50 രൂപ ഉള്ളൂ കേട്ടോ. 250 ഗ്രാം അത് മേടിച്ച് റൈസ് ഇരിപ്പുണ്ടാകുന്നു, നെയ്ച്ചോറുണ്ടാക്കി കഴിച്ചിട്ടാ. അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ, എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. 2-3 തവണ ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കി, ബാക്കിയൊക്കെ നമ്മുടെ ഐഡിയ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയ. എന്തായാലും സെറ്റായി. അവിടെ അടുത്തൊരു ഉണ്ടാകും, ബയ്യാകും കൊടുത്തിട്ടാ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കൂടെ ഉണ്ട്. നിങ്ങളൊന്നൊന്ന് എന്തായാലും ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വാട്ടാ, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് കിടക്കാട്ടാ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പമ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടാ. ഇതുണ്ടല്ലേ, അങ്ങനെ ഹൈവേക്ക് കയറി. ഇനിയിപ്പോൾ നേരെ മേഘാലയ ആസാം പോണ റൂട്ടിലാണ് നമ്മളുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ പോണേക്ക് ഒരാൾ ചായ കുടിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്തട്ടാ. നമ്മൾ പോണ റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഹായ് ഹായ് भैया, नाम क्या है आपका? मेरा नाम इंदर कुमार है और ये शॉप मेरा फुलराज अच्छा मधुबनी जिला में जो कि पड़ता है। अच्छा और ये मेरा बेवफा चाय का स्टोर है. अच्छा ആളുടെ ചായക്കടയുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് പുള്ളി വിളിച്ചാൽ, അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാ. ഒരു ചെറിയൊരു കടയുണ്ടാ. എന്നാലും പുള്ളി നമ്മളെ വിളിച്ചില്ല, സന്തോഷം. ഞാൻ പറയും വേണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ എന്നാലും പുള്ളി വിളിച്ചില്ല, അതൊരു സന്തോഷം. നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. പിന്നെ ചായ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ തന്ന് ഇതൊന്നും വേണ്ടായിരുന്നു, പാവം. എന്തായാലും നമ്മളെ ആദ്യത്തെ രാവിലത്തെ ഫസ്റ്റ് ചായയും ബിസ്ക്കറ്റും വേണ്ട. കണ്ടില്ലേ, ഈ കാണുന്നതാണ് കോശി റിവർ. നല്ല ഒഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒഴുക്ക് ഇങ്ങാടേക്കാണ് വന്നത്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതലും ഇവിടെ നിന്ന് ഈ ഒരു റിവറിൽ നിന്നാണ് വെള്ളം കൂടുതലും ഈ കൃഷികളിലേക്കൊക്കെ എത്തിക്കണത്. കാരണം വേറെ അല്ലാണ്ട് ഇവർക്ക് ഓപ്ഷൻസ് കാര്യങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ കുളിക്കാനാണെങ്കിലും പിന്നെ ബാത്റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ അങ്ങനെ ടോയ്ലറ്റ് ഇല്ല. ഈ ബീഹാറിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലയിടത്തും ബാത്റൂം സംവിധാനങ്ങൾ എവിടെയില്ല. നമ്മളിപ്പോൾ പല ഗ്രാമങ്ങളിലും എവിടെയും കിട്ടാനില്ല ബാത്റൂം കാര്യങ്ങൾ. എല്ലാവരും പുറത്താണ് യൂസ് ചെയ്യണം, പറമ്പുകളിലും കൃഷിയിടങ്ങളിലൊക്കെയാണ് ബാത്റൂം യൂസ് ചെയ്യണം. നമ്മളെ ഇന്നിപ്പോൾ വന്ന വഴിക്ക് കുറച്ച് ചിക്കൻ മേടിച്ചേട്ടാ. ലൈഫിൽ ആദ്യമായിട്ടാണ് ചിക്കൻ കറി വെക്കണതും, അത് നമ്മുടെ യാത്രയിൽ. ഇവിടെ ഉണ്ട് വെക്കണ. ഭയ്യ ഹായ്, आपका नाम क्या है भैया? क्या? मोहम्मद गुफरान. മുഹമ്മദ് ഗുഫ്രാൻ. അച്ഛാ ഭയ്യയുടെ കടയിലാണ് നമ്മൾ വന്ന് ചിക്കൻ കറിയൊക്കെ വെക്കണം. അല്ലേ, ചിക്കൻ ഇവിടെ തിളച്ച് വെച്ചതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ചിക്കൻ കറി വെക്കണം. ഇതിനു മുമ്പ് ഇതുവരെ വെച്ചിട്ടില്ല, എനിക്ക് വെക്കാനും അറിയില്ല കേട്ടോ. കുറേയൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ജസ്റ്റ് ഐഡിയ മനസ്സിലാക്കി, പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഒരു ഐഡിയ വെച്ച് ഞാനേ ജസ്റ്റ് ഇങ്ങനെ ഗ്രേവിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേട്ടാ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാട്ടാ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണില്ല കേട്ടാ. പിന്നെ മസാലയിലേക്കാണ് തോന്നുന്നത്. സെറ്റായി വന്നുണ്ട്. ചിക്കൻ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കണം. പിന്നെ ഇത് പറ്റി വന്നം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ വേഗാൻ കേട്ടാ. കാണിച്ചു തരാം ഫൈനൽ എങ്ങനെയായിരുന്നു. നമ്മളെ അങ്ങനെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടാ. ഇനിയിപ്പോൾ അതേ അടുത്തത് നെയ്ച്ചോറ് വെച്ചേക്കണേ കേട്ടാ. നെയ്ച്ചോറിന് സെറ്റായിക്കൊണ്ടിരിക്കണേ. സംഭവങ്ങൾ ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടാ. നെയ്ച്ചോറിൻ്റെ അരി ഒന്ന് തന്നെ നെയ്ച്ചോറിൻ്റെ അരിയാണ് വന്നോയ്ക്ക് കിട്ടിയാട്ടാ. അപ്പോൾ വയ്യുണ്ട്. ഹായ് വയ്യ. കാരണം പുള്ളിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണേട്ടാ. പുള്ളി കഴിക്കുമെങ്കിൽ കൊടുക്കാം. എന്തായാലും നമ്മളെന്തായാലും സംഭവം സെറ്റാകട്ടേട്ടാ. ആദ്യമായിട്ടാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ 50 രൂപക്കാണ് ചിക്കൻ മേടിച്ചത്, ലാഭമുള്ളത്. കുഴപ്പമില്ല, നമുക്ക് മര്യാദക്കുള്ള രീതിയിൽ കഴിക്കാം. പിന്നെ അരി, പിന്നെ നെയ്യ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണേ ഡെയിലി. വലിയ ചിലവൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ്ട് കഴിക്കണം, എന്താവും നോക്കാം എന്തായാലും. അങ്ങനെ നമ്മളെ നെയ്ച്ചോറ് സെറ്റായി. ചിക്കൻ റോസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കാട്ടാ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാട്ടാ. അങ്ങനെ സെറ്റായിട്ടാ. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ നല്ല ചൂടുണ്ട് കേട്ടോ. ബിസ്മില്ലാ. സെറ്റായിട്ടാ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷയിൽ ഇത്ര സെറ്റാവുന്നു. സെറ്റാണ്ടാ. എന്തായാലും ഫുഡ് കഴിച്ചിട്ടാണ്. പാവം പയ്യ ഇവിടെ ടോർച്ച് പിടിക്കണേ. പുള്ളിയോട് ഞാൻ ചോദിച്ചു വേണം.
2-3 തവണ വെച്ച്, പുള്ളിക്ക് വേണ്ടെന്നാണ്ട് പറഞ്ഞാൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്ട് ഉണ്ടാക്കണം. എന്തായാലും ഒന്ന് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് പരീക്ഷിക്കണം. വീട്ടുകാർക്കൊന്നും ഉണ്ടാക്കാം. ഉമ്മ ആയിക്കില്ല ചിക്കൻ കറി, അതും ബാക്കിയുള്ള ഇക്കാക്കും ഇക്കയുടെ വൈഫിനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എന്തായാലും ഒരു ദിവസം ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു തൊണ്ടവേദന, മൂക്കടപ്പ് പോലെ ഒരു കരകരപ്പ് പോലത്തെ ഒരു ഫീലുണ്ട്. അപ്പം പോണേക്ക് ഒരു ഡോളോ അല്ലല്ല, ഒരു സ്റ്റെപ്സ് പോലെ മേടിക്കലാന്ന് വെച്ച്, തൊണ്ടയ്ക്ക് എന്തോ പോലെ. അത് കാരണം ഞാൻ പിന്നെ ഇന്ന് കുളിക്കാമെന്ന് വെച്ചിരുന്നു. കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകും. ഞാൻ പിന്നെ അത് കാരണം കുളിക്കാനായിട്ടാ. എന്തായാലും ഫോണിലേക്ക് നോക്കണം. ഇവന്മാരൊക്കെ റോങ് സൈഡ് എടുത്തിട്ടാണ്. അങ്ങനെയല്ല, ഇവന്മാർ മാത്രമല്ല, എല്ലാ വണ്ടികളും വലിയ വണ്ടികളൊക്കെ റോങ് സൈഡ് എടുത്തിട്ടാണ് ഈ റൂട്ടിൽ കൂടെ പോണത്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല. പോലീസുകാർ ഉണ്ടായാലും ആൾക്കാരുണ്ടായാലും പ്രശ്നം നോക്കും. ഇവിടെയൊന്നും അങ്ങനെയില്ല. ഇപ്പോൾ ട്രക്ക് ഉൾപ്പെടെ എല്ലാ വണ്ടികളും റോങ് സൈഡ് എടുത്തിട്ടാണ് പോകണം. ചില സമയങ്ങളിൽ ഇവർ കാരണം ബ്ലോക്കൊക്കെ വരാറുണ്ട് മിക്ക ടൈമിലും. ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെയുള്ള പോലീസുകാരെങ്ങനെയാട്ടാ, അവരും റോങ് സൈഡ് എടുത്തിട്ടാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ അങ്ങനെ അത്യാവശ്യം ലോകം പോയേട്ടാ. ഇപ്പം അവിടെ നിന്ന് ഏകദേശം ഒരു 5-10 കിലോമീറ്റർ പോകുന്നു. നേരെ നമ്മൾ പോണത് സിലിഗുരിയിലേക്കാണ്, അതായത് വെസ്റ്റ് ബംഗാളിലേക്കാണ് നമ്മൾ പോണത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 ദിവസത്തെ യാത്രയുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ശരിക്കും ഈ റൂട്ടിലൊക്കെ ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ വീട്ടുകാർക്ക് ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് പശുവിനെ മേയ്ക്കൽ. പിന്നെ ഇതുപോലെ ഇങ്ങനെ ചാണകത്തിൻ്റെ ഇതിൽ നമ്മളെന്താ പറയുക, ഒരു കബാബൊക്കെ തൂക്കിയിട്ടേക്കണ പോലെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതൊക്കെ ഇവർ മറ്റേ കത്തിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണം. എൻ്റെ പൊന്നു, ഇയാളെടുത്തോണ്ട് പോയ സീൻ നോക്കി പിടിച്ചിട്ടേ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ മെയിനായിട്ട്. നമ്മൾ ഈ ഒരു ലൈനിൽ കൂടെ ഉണ്ട് മെയിനായിട്ട് നമ്മൾ പോണത്. എന്നിട്ട് ജസ്റ്റ് മിസ്സാണ്. പക്ഷേ പുള്ളിയും ഇതിൻ്റെ ഇപ്പുറത്തുകൂടി എടുത്തത് കേട്ടോ. ഭാഗ്യത്തിന് തട്ടിയില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഒരുപാട് പോകുന്നു. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകട്ടോ. പോകണ ഈ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും മാക്സിമം നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശം കുറേ വന്നില്ല. ഞാൻ ജസ്റ്റ് ടയേർഡായി. അപ്പോൾ ഇടക്കാല ആശ്വാസം പോലെ നമ്മുടെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഭയങ്കര സൗണ്ടാണ് കേട്ടോ അതിൻ്റെ മോട്ടറിന്. അതേ ബിസ്ക്കറ്റ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പയ്യെ റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെയാണ്. നല്ല തൊണ്ടവേനുണ്ട്. എന്തെങ്കിലും ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാനാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പോണെങ്കിൽ ഒരു ചായലും മേടിക്കാനാന്ന് വെച്ച്. കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല. ഇതാണ്ട് കാലാവസ്ഥ. ഇവിടെ ഇഷ്ടംമാതിരി നെൽകൃഷി കാര്യങ്ങൾ കഴിഞ്ഞുകൂടെ. അതിൻ്റെ മറ്റേ കച്ചി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആൾക്കാർ ഇങ്ങനെ റോഡ് ഫുള്ളും അതാ കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ, അവിടെയൊക്കെ അത് കാണുന്ന സർവീസ് റോഡാണ് ശരിക്കും. ആ സർവീസ് റോഡ് ഫുള്ളും ഇവരെ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആയതാണ് കേട്ടോ. ശരിക്കും സർവീസ് റോഡ് പോകാൻ പറ്റൂല, ഫുള്ള് ആ ലോഡ് വന്നേക്കണോണ്ട്. ഞാൻ ഇതാകുമ്പോൾ പോകണമെങ്കിൽ കാണിച്ചു തരാട്ടെ എന്താ സംഭവം. നമ്മൾ ഇതെന്തായാലും ബിസ്ക്കറ്റ് ഒന്ന് കഴിക്കാം, എന്നിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. ഇവിടെ ഇതാണ് കേട്ടോ അവസ്ഥ. കണ്ടില്ലേ, ചാണാൻ വെച്ച് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ഉണ്ടാ. ഇതൊക്കെ ഇവർ കത്തിക്കാൻ വേണ്ടി എടുക്കണേണ്. ഈ കാണുന്ന സർവീസ് റോഡാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മറ്റേ ആ നെല്ലിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവർ വെക്കണേ കേട്ടോ. ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ അതേപോലെ തന്നെ. അങ്ങനെയല്ലേ, ഇവിടെ ഫുള്ള് പശു കാര്യങ്ങൾ അങ്ങനത്തെ കേട്ടോ. കാരണം ഇത് സർവീസ് റോഡാണ് കേട്ടോ. ആലോചിക്കണം, അവിടെയൊക്കെ ഫുള്ള് നശിപ്പിച്ച് വെച്ചേക്കട്ടെ ഇവർ റോഡൊക്കെ. കാരണം ഇവർ ചെയ്യണേന് മുമ്പില്ല, പക്ഷേ ഈ റോഡ് കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് ചെയ്യണത് ഭയങ്കര മോശമുണ്ട്. കണ്ടില്ലേ, സർവീസ് റോഡിലേക്ക് വണ്ടി എടുക്കാൻ പറ്റൂല, അങ്ങനത്തെ അവസ്ഥയിലാണ് കേട്ടോ. അല്ലേ, ഇതിൽ നിന്നൊക്കെ ഒരു നെല്ല് കാര്യങ്ങൾ വേർതിരിക്കും കേട്ടോ. ഒരുപാട് നെല്ല് കാര്യങ്ങളൊക്കെ ഇവർ ശേഖരിച്ച് എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് കയറ്റി അയക്കാനുള്ള എന്തോ സംഭവം കേട്ടോ. വന്നിക്ക് നമ്മൾ ഒരുപാട് ഗോഡൗൺ കാര്യങ്ങൾ കണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്കുള്ള മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ചാണകത്തിൻ്റെ ഇവരിവിടെ കത്തിക്കാൻ മാത്രമല്ല, അല്ലാണ്ട് വേറെ വിൽക്കാൻ വെക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു നോക്കാറുണ്ട്. ഫോൺ വയ്ക്കാൻ നമുക്ക് ആരോടും ചോദിച്ചു നോക്കാം. എനിക്ക് അതിൻ്റെ കറക്റ്റ് കുട്ടൻസ് അറിയില്ല, കാരണം ഒരുപാടുണ്ട് കേട്ടോ. ഇത് നോക്കി ഓരോരോ ആകൃതിയിൽ ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. അവിടെ കണ്ടില്ല മറ്റേ കബാബ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ, അതൊക്കെ ഇവരുടെ ഒരു ഇതാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ കാരണം പശുവിന് ഇവർ ഇത് കൊടുക്കുന്നു, ഈ നെല്ലിൻ്റെ ഈ വേസ്റ്റാണ് കേട്ടോ. അതായത് ആ ഒരു കച്ചി കാര്യങ്ങളാണ് പശു തിന്നണം. പശു തിന്ന് ചാണകം കൊടുക്കുന്നു, ആ ചാണകം ഇവർ ഉപയോഗിക്കുന്നു. അതേപോലെ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നു, കത്തിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ എനിക്കൊന്ന് കൃഷിക്കൊക്കെ ഇത് ഉപയോഗിക്കുമെന്നറിയില്ല വളമിട്ട്, പക്ഷേ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു അതാകുമ്പോൾ വലിയ ചിലവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
നമ്മൾ പോണ റൂട്ടാണ്. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. റോഡൊക്കെ ഫുള്ള് കാലിയായിട്ടിരിക്കണേ. നമ്മളെ പോണേക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ തന്നിട്ടാ. അപ്പോൾ കുറച്ച് പിള്ളേർ ഈ ഒരു സാധനം കൊണ്ടുവന്ന് തന്നിട്ടാ. ഇതൊന്നും മറ്റേ ഗ്രീൻ ആപ്പിൾ എന്തോന്ന് തോന്നട്ടെ, ചെറിയ സാധനമാണ്. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാട്ടാ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവർ ഹിന്ദിയിൽ എന്തോ പേര് പറഞ്ഞു, പക്ഷേ ഗ്രീൻ ആപ്പിൾ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അവർ പോയി. ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ പറ്റുമെങ്കിൽ കൊടുക്കാൻ പറ്റുമോ നോക്കണം. ഞാനത് ഇതിൽ ഷൂട്ട് ചെയ്തില്ല, ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാട്ടാ. കണ്ടില്ലേ എവിടെ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോഴാണ് അവന്മാർ വന്നത് ഇങ്ങനെ ആ സാധനം തന്നിട്ട് പോയത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് പോകുന്നത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് തന്നാട്ടാ. പിള്ളേർ പോയി ഇവിടെ ഉണ്ടാന്ന് നോക്കട്ടെ കേട്ടോ. കാണല്ല പോയി. എന്തായാലും സന്തോഷം. നിങ്ങൾക്ക് എന്തായാലും വലിയ സ്റ്റോറി നോക്കാം. ഫോണിൽ കഴിക്കാമല്ലോ. പച്ചയുണ്ടോ കുറച്ചൊക്കെ, ഇനി പഴുക്കെങ്കിൽ തെറ്റായിട്ട് വേണമെങ്കിൽ കഴിക്കാമല്ലോ. എന്തായാലും സന്തോഷം കേട്ടോ. ഓക്കെ, പയ്യെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകാട്ടോ. എന്നിട്ട് എവിടെയെങ്കിലും റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കണം കേട്ടോ. രണ്ട് സൈഡിൽ ഇപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ. പിള്ളേർ ക്രിക്കറ്റ് കളിച്ച് കണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി തണുപ്പ് കാര്യങ്ങളുണ്ട്. ചെറിയ വെയിൽ വന്നിട്ടുണ്ടെങ്കിലേ നല്ല തണുപ്പുണ്ട് കേട്ടോ. എൻ്റെ മൂക്ക് ഇതായിട്ടിരിക്കുക, മൂക്കല്ല തൊണ്ട ഒരു കരകരപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പിൻ്റെ തോന്നുന്നു. ഞാൻ ഇന്നലെ കുറേ തണുത്തുള്ളം കുടിച്ചാണ്. തണുത്തുള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വെള്ളം തണുപ്പായതാണ് കേട്ടോ. ഇവിടുത്തെ ആ ഒരു തണുപ്പുണ്ട്. അപ്പോൾ അതാണ് നേരെ എനിക്ക് റോഡൊക്കെ പ്ലെയിൻ റോഡാണ് കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നേരെ നമ്മൾ സിലിഗുരിയാണ് പോകുന്നത്. സിലിഗുരി ഏകദേശം ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ലോങ് ഉണ്ട്. എന്തായാലും നോക്കട്ടെ. പിന്നെ അതുപോലത്തെ എൻ്റെ സൈക്കിളിലെ ആ ഒരു പെറ്റിലല്ല സൈക്കിളിലെ എന്താ പറയുക ഫ്രീ വീൽ എന്തോ പണി കിട്ടിയിരിക്കണേ. അത് മാറ്റാറായിട്ടാണ് തോന്നട്ടെ. അതിൻ്റെ പല്ലൊക്കെ കുറച്ച് ഇതായിട്ടിരിക്കണേ. ചിലപ്പോൾ മാറ്റേണ്ട ഒരു നോക്കണം കേട്ടോ. ഒന്ന് സെറ്റാക്കാണ്ട് ചെയിൻ മര്യാദയ്ക്ക് വീഴല്ല ഗിയർ മാറ്റുമ്പോൾ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് നോക്കാൻ പോകണമെങ്കിൽ നമ്മളെ ഇപ്പോൾ സിലിഗുരിയിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കണേ കേട്ടോ. ടൗണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അരി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാ. പിന്നെ ഇപ്പോൾ പരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അരി മേടിച്ച് അരി തീർന്നു പോയി. അപ്പോൾ അരി കാര്യങ്ങൾ മേടിച്ച് കണ്ടില്ലേ. അത്യാവശ്യം വലിയ ടൗണാണ്. ഓട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണുണ്ടല്ലേ, വലിച്ചാണ് സ്റ്റാർട്ട് ചെയ്യണം. പുറകിൽ ഇവിടെ അത്യാവശ്യം കടകൾ കാര്യങ്ങളുണ്ട്. പിന്നെ അതേ ഒരുപാട് ബിരിയാണി കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് അരി കാര്യങ്ങളൊക്കെ മേടിച്ചാൽ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോണത് ഇനിയിപ്പോൾ സിലിഗുരി പോണ റൂട്ടിലാണ് കേട്ടോ. പിന്നെ ഏകദേശം 140 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. എന്തായാലും നമുക്ക് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ പോണ വഴിക്കാണ്ട് സിലിഗുരി പോണ റൂട്ടിലാണ്. ഇന്നെന്തായാലും എത്തൂല. 150 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കണ്ടില്ല ഇവിടെയൊക്കെ അത്യാവശ്യം ബിരിയാണി കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അരി മേടിച്ച് പിന്നെ ഞാൻ ഒരു കപ്പലിന് മേടിച്ച് വെച്ചിട്ടാ. ഏകദേശം 35 രൂപ ആയിരിക്കും അര കിലോ. പിന്നെ ഒരു കപ്പലിൻ്റെ കാര്യങ്ങൾ മേടിച്ചിട്ടാ. വേറെ ഒന്നും കഴിച്ചില്ല, വേറെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ. രാവിലെ മാഗി കഴിച്ചിട്ടാ വന്നാൽ ഇനിയിപ്പോൾ രാത്രി ചോറും കറി ഉണ്ടാക്കണം കേട്ടോ. പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. അത്യാവശ്യം വൈകിട്ടായി 5 മണിയാറായി കേട്ടോ. ഈ റൂട്ട് നമുക്ക് എങ്ങനെയും അത്യാവശ്യം സ്പീഡിൽ ഓടിച്ച് പോകാമെന്ന് വെച്ചിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ പോണ റൂട്ടിലൊന്നും അങ്ങനെ ഒന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. നമ്മളിനിയിപ്പോൾ എന്തെങ്കിലും സിലിഗുരി ചെല്ലണം. സിലിഗുരി എന്നിട്ട് വേണം നമ്മുടെ പ്ലാനിങ്ങൊക്കെ ഒന്ന് കറക്റ്റ് സെറ്റാക്കാൻ. ആദ്യം എങ്ങാട് വേണം ആസാം കയറണം, അല്ലെങ്കിൽ മേഘാലയ കയറണമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. സിലിഗുരി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഭാഗമാണ് സിലിഗുരി എന്ന് പറയുന്നത്. സിലിഗുരിയിൽ എന്തെങ്കിലും കാണാനുണ്ടാവുമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ പോകാനുണ്ടെന്നൊരു പിടുത്തമില്ല. പക്ഷേ എന്തായാലും കുറച്ച് ഇന്ന് പോയിട്ട് നോക്കണം. ഫോണിലാണെങ്കിൽ നെറ്റ് കാര്യങ്ങളില്ല കേട്ടോ. ഞാൻ റീചാർജ് ചെയ്യലാന്ന് വെച്ച്. പക്ഷേ നമ്മളതിൽ ഇപ്പോൾ ബാലൻസ് വളരെ കുറവാണ് കേട്ടോ. ഈ റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ്. അതായത് ബൈക്കിനൊക്കെ പോകണമെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് എനിക്ക് തോന്നുന്നത് സിലിഗുരിയൊക്കെ ഡയറക്റ്റ് പോകാമെന്ന് തോന്നിട്ട് അങ്ങനത്തെ റൂട്ടാണ് ഇല്ലേ. പിന്നെ ഇപ്പുറത്താണെങ്കിൽ ഫുള്ള് പാടങ്ങളാണ് കേട്ടോ. അത്യാവശ്യം ഇരുട്ടി. ഇപ്പോൾ 5 മണിയായിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് നമ്മളൊരു മറ്റന്നാളൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. സൈക്കിള് കുറച്ചും കൂടെ പണിയുണ്ട്. സൈക്കിളിൽ ആ കമ്പിയൊക്കെ കുറച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റാക്കണം. എന്താണെന്നറിയാം, ബാക്കിലെ ഭാരമൊക്കെ എടുത്ത് കുറച്ച് ഫ്രണ്ടിൽ വെച്ചാൽ. അതായത് നമ്മൾ ടെൻറ്റ് കണ്ടില്ല, ടെൻറ്റ് പിന്നെ നമ്മുടെ വാഷ് ചെയ്ത കുറച്ച് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങാൻ വേണ്ടി വെക്കണം. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങുള്ള അങ്ങനെ. അപ്പോൾ അത് നോക്കണം. പിന്നെ അതൊക്കെ അത്യാവശ്യം നമ്മൾ ഫ്രണ്ടിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും വെയിറ്റ് ബാക്കിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിലും ഏകദേശം വെയിറ്റ് ആയിട്ടുണ്ട്. ഒരു
പിടുത്തമില്ല. അതിന് അനാവശ്യ സാധനങ്ങളൊന്നുമില്ല, എല്ലാം ആവശ്യങ്ങൾ. നമ്മൾ അധികം സാധനങ്ങൾ എടുത്തിട്ടില്ല. ടെൻ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളുണ്ട്, വിൻ്ററിൽ ഇടാൻ വേണ്ടിയുള്ള അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഞാൻ വെക്കണ ഇവിടെ ഉണ്ട്. ശരിക്കും ഇവിടെയൊന്നും അങ്ങനെ വെക്കാൻ പാടില്ല, കാരണം ഹാൻഡിലിൻ്റെ ഇതാണല്ലോ. അങ്ങനെ വെച്ച് വരുമ്പോൾ അവിടെ ഒരു സൈഡിൽ ലോഡ് വന്നിട്ട് ആകെ പണിയാവും. ഇന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് പോയിരിക്കണതില്ല, അതായത് ബെയറിങ് പോയിരിക്കണതില്ല, ഒരു പിടുത്തമില്ല. അങ്ങനെ നമ്മൾ സിലിഗുരി പോണ റൂട്ടിൽ ഒരു പമ്പ് കിട്ടിയേട്ടാ. ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലാർന്ന് നമ്മളിത് ഇവിടെ ടെൻ്റ് അടിച്ചേട്ടാ. സൈക്കിള് കാര്യങ്ങൾ അവിടെ ഉണ്ട്, എല്ലാ സാധനങ്ങളും എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചേട്ടാ. നല്ല വിശാലമായൊരു പമ്പാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ. ഞാൻ എന്തായാലും ഭക്ഷണത്തിൻ്റെ വീഡിയോ ആഡ് ചെയ്യാനുള്ള, എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറും പരിപ്പ് കറിയാണ്. വേറെ അല്ലാതെ സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാട്ടോ പമ്പ്. അപ്പോൾ ഇവിടെ ഫുള്ള് പാർക്കിങ് വണ്ടി കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ആൾക്കാരുടെ വണ്ടികളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു വലിയ പമ്പിലാണ് കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചേക്കണം. അല്ല ആ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ മേളിങ്ങനെ കയറിപ്പോണായിരുന്നു. അവിടെ ഞാൻ തിരിച്ച് അടിയിലേക്ക് ഇറങ്ങി നേരെ തിരിച്ച് ഇവിടെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ടെൻ്റ് കാര്യങ്ങളൊക്കെ അടിച്ചത്. അവരോട് പെർമിഷൻ കാര്യങ്ങൾ ചോദിച്ചു, പിന്നെ അവർ വൈഫൈ കാര്യങ്ങൾ പാസ്വേഡൊക്കെ പറഞ്ഞു തന്നിട്ടാ, കാരണം നെറ്റ് എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചു, വേറെ ഒരു പുള്ളീനെ കൊണ്ട് ചോദിപ്പിച്ച്. അപ്പോൾ പുള്ളി പറഞ്ഞങ്ങനെ പാസ്വേഡ് കാര്യങ്ങൾ കിട്ടി, അങ്ങനെ കണക്ട് ചെയ്തിട്ടാ. ഒരു HP യുടെ പമ്പാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാം, എന്നിട്ട് കിടക്കാട്ട. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ ഇട്ട് അടുത്ത ദിവസം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനി വന്നിരിക്കും. കാരണം അധികം നല്ല കാര്യങ്ങൾ, അതായത് നല്ല കണ്ടന്റ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വന്ന വഴിക്ക് വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ സിലിഗുരിയാണ് പോകണം. അപ്പോൾ നല്ലൊരു കാഴ്ചകളും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വന്നിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.